പ്രൈസ് ലോർഡ്. മോർണിംഗ് റേമയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നെ ശബ്ദ സന്ദേശത്തോടെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗത്തിൽ വരുന്ന എൻ്റെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഈ പ്രാരംഭത്തിൽ ഞാൻ അറിയിക്കുന്നു. ദൈവവചനം പഠിക്കുമ്പോൾ ആദ്യം മുതൽ ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ് അനുസരണ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടിയായ ആദാം മുതൽ ബൈബിളിലുടനീളം അനേകം ഭക്തന്മാരെ, അനേകം സന്ദർഭങ്ങളെ അനുസരണയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. 1 ശമൂവേൽ 15-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാനായി സാധിക്കുന്നു: ഇതാ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. നാം വായിച്ചു കേട്ട വചനത്തിൻ്റെ പശ്ചാത്തലം ഇപ്രകാരമാണ്: അമാലേക്കരെ മൊത്തമായി ഉന്മൂലനാശം ചെയ്യുവാൻ ശമൂവേൽ മുഖാന്തരം ശൗലിന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. എന്നാൽ അമാലേക്കിനെ നശിപ്പിക്കാനായിട്ട് പോയ ശൗൽ അവിടെ ഉണ്ടായിരുന്ന ചിലരുമായി കൂട്ടുപിടിച്ച് അമേസ്ത്രം രാജാവിനെ കൊല്ലാതെ അവനെ ജീവനോടെ പിടിച്ച് അവിടെ ഉണ്ടായിരുന്ന ആട്, മാട് മുതലായ ചില സാധനങ്ങളെ ഹല്ലേലൂയ എടുത്തുകൊള്ളുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ആ ദേശത്തെ അമാലേക്കരെ ഉന്മൂലനാശം ചെയ്യുവാൻ ഒന്നും ശേഷിക്കാതെ വണ്ണം നശിപ്പിക്കുവാൻ ദൈവം അരുളി ചെയ്തിട്ടും ദൈവത്തിൻ്റെ കൽപ്പനയെ, ദൈവം പറഞ്ഞ വാക്കിനെ മറികടന്നു വന്ന ഒരു വ്യക്തിയായിരുന്നു ശൗൽ എന്ന് പറയുന്നത്. എന്നാൽ അതിനുശേഷം ശമൂവേൽ ശൗലിനോട് ചോദിക്കുകയാണ്: അമാലേക്കരെ മൊത്തമായി ഉന്മൂലനാശം ചെയ്യുവാനല്ലയോ നിന്നോട് ദൈവം അരുളി ചെയ്തത്? പിന്നെ നീ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന് ചോദിച്ചപ്പോൾ അവൻ അതിനെക്കുറിച്ച്, ഹോമയാഗത്തെക്കുറിച്ചും ഹനനയാഗത്തെക്കുറിച്ചൊക്കെ അവിടെ വിവരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ വിവരത്തിനൊടുവിലായിട്ട് സ്തോത്രം ശമൂവേൽ ശൗലിനോട് പറയുന്ന വചനമാണ് ഇന്ന് പകൽക്കാലം നാം വായിച്ചു കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്: ഇതാ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ഇന്ന് പകൽക്കാലം പ്രിയരെ, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തും ദൈവം നമ്മോട് പറഞ്ഞ ഇത് അനുസരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്രകാരം പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ചില അരുളപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തും ദൈവം തന്നപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവത്തെ അനുസരിക്കാതെ, ദൈവത്തെ മറുതലിച്ച് മാറിപ്പോകുന്ന ചില സന്ദർഭങ്ങൾ കടന്നു വരാറുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൽപ്പനയെ മറികടന്നുകൊണ്ട്, സ്തോത്രം, ദൈവവചനത്തിൻ്റെ ഹല്ലേലൂയ അടിസ്ഥാന മർമ്മങ്ങളെ മറികടന്നുകൊണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് അനുസരണക്കേട് കടന്നു വരാറുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ആദ്യം മുതൽ ഭൂമിയിൽ അനുസരണക്കേട് പെരുകി വന്നതായിട്ടും സ്തോത്രം, അത് മുഖാന്തരം അനേകം ശിക്ഷാവിധികൾ ഭൂമിയിൽ നടന്നതായിട്ടും തിരുവചനങ്ങളിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. സ്തോത്രം, ദൈവം തൻ്റെ സ്വരൂപത്തിലുണ്ടാക്കിയതായ മനുഷ്യൻ ഹല്ലേലൂയ ദൈവം ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞ ആ വൃക്ഷത്തിൻ്റെ ഫലം പറിച്ച് കഴിച്ച് ഹല്ലേലൂയ ആദ്യമായി ഭൂമിയിൽ അനുസരണക്കേട് വരുത്തി വെച്ചപ്പോൾ അവർ ചെയ്ത തെറ്റിന് ദൈവം ശിക്ഷ നൽകുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമ്മുടെ ഈ ആത്മീക ജീവിതത്തിൻ്റെ അകത്ത് ദൈവം ചെയ്യണമെന്നും ചെയ്യരുത് എന്നും കൽപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തുള്ള സന്ദർഭങ്ങളോ സാഹചര്യങ്ങളോ മുഖാന്തരം ദൈവത്തിൻ്റെ കൽപ്പനയെ അനുസരിക്കാൻ കഴിയാതെ വണ്ണം ദൈവത്തെ മറുതലിച്ച് സ്തോത്രം മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഒരു ശിക്ഷാവിധി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അനുസരിക്കുന്നതിനേക്കാൾ മറ്റൊരു യാഗവും ഈ ഭൂമിയിലില്ല. ഒരു കുഞ്ഞ് തൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് അനുസരണക്കേട് കാണിക്കുമ്പോൾ സ്തോത്രങ്ങളുടെ മാതാപിതാക്കൾ അവരെ ശിക്ഷിക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ പ്രിയരെ, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് അനുസരണക്കേടുകൾ കടന്നു വരുമ്പോൾ ദൈവം നമ്മെ ബാലശിക്ഷ നൽകും. സ്തോത്രം, ദൈവം തന്നിരിക്കുന്ന കൽപ്പനകളെ മറികടക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ശിക്ഷാവിധി നമ്മുടെ മേൽ വരുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് സ്തോത്രം, ദൈവത്തിൻ്റെ ശിക്ഷാവിധിയിൽ പെടാതിരിക്കേണ്ടതിന്, സ്തോത്രം, അവിടെ ഒരു അനർത്ഥം സംഭവിക്കാതിരിക്കേണ്ടതിന് ദൈവം തന്നിരിക്കുന്ന കൽപ്പനകൾ അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ദൈവങ്ങളിലേക്ക് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. എന്നാൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ തന്നെ മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അവൻ്റെ പേരാണ് അബ്രഹാം എന്ന് പറയുന്നത്. 75-ാം വയസ്സുവരെ താൻ ഉണ്ടാക്കിയ യാതൊരു വിഗ്രഹങ്ങളും അബ്രഹാമിനോട് സംസാരിക്കാതിരുന്നപ്പോൾ സ്തോത്രം, 75-ാം വയസ്സിൽ താൻ കേട്ട ഒരു ശബ്ദമുണ്ട്. ഹല്ലേലൂയ. ആ ദൈവിക ശബ്ദത്തിന് മുമ്പാകെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ദൈവം എന്താണോ കൽപ്പിച്ചത് അപ്രകാരം അവൻ ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇവിടെ ഹല്ലേലൂയ ഒരു അനുസരണയുടെ സ്തോത്രം, ഒരു ചരിത്രത്തെ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അന്നൊരു പക്ഷേ അബ്രഹാം ദൈവശബ്ദത്തിന് മുമ്പാകെ ഏൽപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ, ദൈവം പറഞ്ഞതനുസരിച്ചില്ലായിരുന്നുവെങ്കിൽ അവൻ ആ വാഗ്ദത്തം നിറവേറുവാനായിട്ട് ഇടയാകത്തില്ലായിരുന്നു. എന്നാൽ സ്തോത്രം, ദൈവം നൽകിയിരിക്കുന്ന വിളിക്കൊത്തവണ്ണം അവൻ ഇറങ്ങുവാൻ തയ്യാറായപ്പോൾ, അവൻ അനുസരിക്കുവാൻ തയ്യാറായപ്പോൾ അവൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. അവൻ്റെ ജാതി വളരുവാനായിട്ട് ഇടയായിത്തീർന്നു. അവനൊരു അനുഗ്രഹിക്കപ്പെട്ടവനായി മാറുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് വിളിച്ചിറക്കിയിരിക്കുന്ന ചില വിളികൾ
വഴികളുണ്ട്. ആമേൻ. ദൈവം നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന ചില കൽപ്പനകളുണ്ട്. അതിനൊത്തവണ്ണം മുന്നോട്ട് പോകുവാൻ തയ്യാറാണെങ്കിൽ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. മറ്റാർക്കും കിട്ടാത്ത ചില വാഗ്ദത്തങ്ങൾ ആമേൻ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നിറവേറപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഹല്ലേലൂയ. ദൈവം കൽപ്പിച്ചത് നമ്മൾ അനുസരിച്ചാൽ മാത്രമേ ആമേൻ ദൈവം വാഗ്ദത്തം ചെയ്തത് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങൾ ദൈവം വിളിച്ച വിളിക്കൊത്തവണ്ണം ആമേൻ ദൈവം പറഞ്ഞ കാര്യങ്ങൾക്കൊത്തവണ്ണം മുന്നോട്ട് പോകുവാൻ, ദൈവം തന്ന കൽപ്പനകൾക്കനുസരിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണടയ്ക്കാമോ? പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹമേറെ നല്ല സമയത്ത് ഒരു സ്തുതിക്കുന്ന കർത്താവേ സ്തോത്രം ചെയ്യുന്നു. അനുസരിപ്പത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാളുടെ മേധസ്സിനേക്കാൾ നല്ലതെന്ന് അപ്പം അങ്ങയുടെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് അപ്പം ഹാലൽ ഒരു അനുസരണമുള്ള മനോഭാവം ദൈവം തരുമാറാകണം. ദൈവകൽപ്പനകൾ അനുസരിച്ച് മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കണം. താഴ്ത്തി ഏൽപ്പിക്കുന്ന യേശു നമ്മുടെ പിതാവേ, ആമേൻ.